കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതർക്കും വലിയ കരുത്തും പിന്തുണയുമായിരുന്നു VS എന്ന നേതാവ്. ഇവർക്ക് വേണ്ടി VS നടത്തിയ കാര്യങ്ങൾ ഓരോന്നും ഓർത്തെടുക്കുകയാണ് ആദ്യകാല എൻഡോസൾഫാൻ വിരുദ്ധ സമര നേതാക്കളിൽ ഒരാളായ ഉദുമയിലെ പ്രൊഫസർ MA റഹ്മാൻ. This news sponsored by ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. ഈ കുഞ്ഞമ്പുവിൻ്റെ ആദ്യത്തെ അസംബ്ലിയിലുള്ള പോക്ക് കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ ഞാൻ പഠിപ്പിക്കുന്ന ആളെന്ന നിലയിൽ എൻ്റെ അടുത്ത് വന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നു, നമുക്ക് എൻഡോസൾഫാൻ്റെ പ്രശ്നം അസംബ്ലിയിൽ അവതരിപ്പിക്കാൻ ഒരു ചോദ്യം വേണം മാഷെ, നമുക്കൊരു ചോദ്യം ഉണ്ടാക്കാൻ എന്താ വഴി, എനിക്കൊരു സബ്മിഷൻ കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എൻഡോസൾഫാൻ ഇരകളായ മനുഷ്യർ കുറച്ച് പേര് മരിച്ചു പോയതിനെ പറ്റിയുള്ള റിപ്പോർട്ട് കലക്ട്രേറ്റിലുണ്ടായിരുന്നു. 52 ആളുകളുടെ ലിസ്റ്റ് അവിടെ ഉണ്ടെന്നുള്ളത് എനിക്കറിയാം. അത് വെച്ചുകൊണ്ട് നമുക്കൊരു ചോദ്യം ചോദിക്കാമെന്നുള്ളൊരു തീരുമാനമാക്കി. ആ തീരുമാനത്തിൽ അദ്ദേഹം ഒരു ചോദ്യം ഉണ്ടാക്കാൻ പറഞ്ഞു. ആ ചോദ്യം നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് അദ്ദേഹം, ഞാൻ ഇതുകൊണ്ട് പോവുകയാണ് തിരുവനന്തപുരത്ത്, എന്നിട്ട് ഞാൻ ഈ ചോദ്യം ചോദിക്കും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയത്. 2 ദിവസം കഴിഞ്ഞപ്പോൾ പത്രത്തിലൊരു വാർത്ത വന്നു, അസംബ്ലിയിൽ അദ്ദേഹം ചോദ്യം ചോദിച്ചു, പക്ഷെ ഉത്തരം വന്നത് നെഗറ്റീവാണ്, ആരും മരിച്ചിട്ടില്ല എന്നുള്ള ഒരു ഉത്തരം അന്നത്തെ കൃഷിമന്ത്രി പറഞ്ഞു. അത് അവരുടെ ഉദ്യോഗസ്ഥന്മാർ ചെയ്ത ഒരു കൃത്യവിലോപമായിരുന്നു. പക്ഷേ അത് സ്വാഭാവികമായി അതൊരു കോളിളക്കം ഉണ്ടാക്കി. അതായത് ഇങ്ങനെ കുറേ പേര് മരിച്ചിട്ടില്ല എന്ന് പറയുകയും മരിച്ച രേഖകൾ ഇവിടെ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അസംബ്ലിയിൽ അത് പറയുന്നത്, അസംബ്ലിയിൽ ഒരു രേഖയായി നിന്ന് കഴിഞ്ഞാൽ അത് തെറ്റായൊരു പ്രവണതയാണെന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കി. അത് കൂടുതൽ തിരിച്ചറിഞ്ഞ ആളാണ് മുഖ്യമന്ത്രി അച്യുതാനന്ദൻ. ഇത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇവിടെ വന്നു കാസർഗോഡ് വന്നിട്ട് കലക്ട്രേറ്റിൽ ഒരു ചെറിയ മീറ്റിംഗ് വിളിച്ചിട്ട്, പുറത്ത് നല്ല അന്ന് ഓഡിയൻസ് ഉണ്ട്, കാരണം അപ്പോഴത്തേക്ക് ഇത് പത്രവാർത്തകളായിട്ട് ആളുകളെല്ലാം അറിഞ്ഞു. എൻഡോസൾഫാൻ സംഗതിയിൽ ഇടതുപക്ഷ ഗവൺമെൻറ് എന്തോ ചില നല്ല കാര്യങ്ങൾ ചെയ്യുന്നുള്ളൊരു ബോധം ആളുകളിലുണ്ടായി. അപ്പോൾ ആ വന്ന ആളുകൾ ധാരാളം ഉണ്ടായിരുന്നു. ഇവരെല്ലാം കൂടിയ ചടങ്ങിൽ വെച്ചിട്ട് അച്യുതാനന്ദനൊരു പ്രസംഗം വളരെ വിനയത്തോടെ വളരെ ആത്മാർത്ഥതയോടുകൂടി അദ്ദേഹം പറഞ്ഞു, ഞാൻ മരിച്ചവരുടെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, അവർക്ക് 50,000 രൂപ ആശ്വാസധനം കൊടുക്കുന്നു. അതുമാത്രമല്ല, ഞാൻ എൻ്റെ മന്ത്രിയെ കൊണ്ടുവന്ന് അദ്ദേഹം തെറ്റായ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് അതിന് ക്ഷമ ചോദിക്കാൻ കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അടുത്ത ആഴ്ച ഞാൻ വരും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ മീറ്റിംഗ് അവസാനിച്ചു. 2ാമത്തെ മീറ്റിങ്ങിന് മുഖ്യമന്ത്രി വന്നു. അച്യുതാനന്ദൻ സ്റ്റേജ് ഇറങ്ങി വന്നിട്ട് ഈ രോഗികളുടെ പേര് ആദ്യം വിളിക്കുമ്പോൾ അവരെണീറ്റ് നിന്ന് കഴിഞ്ഞാൽ അവിടത്തേക്ക് വന്ന് അദ്ദേഹം നേരിട്ട് ആ രോഗിയുടെ കയ്യിൽ കൊടുത്ത് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്നിട്ട്, അതൊരു വലിയ മാനുഷികമായ പ്രവൃത്തിയായിരുന്നു. ചിലപ്പോൾ മക്കൾ മരിച്ച അച്ഛനെന്ന് പറയുന്നത് ചിലപ്പോൾ 60-70 വയസ്സായ ആളുകളാണ്. അവിടെയാണ് ഈ മനുഷ്യൻ സ്റ്റേജിന് താഴേക്ക് ഇറങ്ങി വന്ന് ഈ രോഗികളുടെ കയ്യിൽ 50,000 ചെക്ക് വെച്ച് കൊടുത്തത്. അത് ആദ്യത്തെ ഒരു സംഗതി എന്ന നിലക്ക് എൻഡോസൾഫാൻ്റെ പ്രശ്നത്തിലുണ്ടായ വളരെ മനുഷ്യത്വപരമായ ഒരു സംഗതിയായിരുന്നു അത്. പിന്നീട് അദ്ദേഹം നിരോധനത്തിൻ്റെ കാര്യത്തിൽ അന്താരാഷ്ട്ര സ്റ്റോക്ക്ഹോം കൺവെൻഷനിൽ തിരുവനന്തപുരത്ത് കുറേ ദിവസങ്ങൾ ഉപവാസം നടത്തിക്കൊണ്ട്, അതായത് സ്റ്റോക്ക്ഹോമിൽ അംഗരാജ്യങ്ങൾ വോട്ട് ചെയ്യുന്ന സമയത്ത് അത് 15 ദിവസത്തെ ഒരു ചടങ്ങായിരുന്നു അത്. ആ ചടങ്ങിൽ വെച്ചാണ് നിരോധനം എന്ന് പറയുന്ന ആശയം വരുന്നതും തീരുമാനിക്കപ്പെടുന്നതും. അതിന് നല്ല പ്രഷർ ഉണ്ടാവണം. അതുകൊണ്ട് ഞങ്ങളിവിടെ ഒരു ഒപ്പുമരുന്നുള്ള സമ്പ്രദായം ഉണ്ടാക്കിയിരുന്നു. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി നേരിട്ട് ഒരു ഉപവാസ സമരം ഉണ്ടായിരുന്നു. അതിൽ 7 ദിവസമാണെന്നാണ് എനിക്ക് ഓർമ്മ.